നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത് ഹോം ലോണിനെ കുറിച്ചാണ്. ഈ ഹോം ലോൺ ആർക്കൊക്കെ ഹോം ലോൺ നമുക്ക് കിട്ടും? എത്ര സിബിൽ സ്കോർ വേണം സാധാരണ ഒരാൾക്കൊരു ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ? ബിസിനസ്സുകാർക്ക് ഹോം ലോൺ കിട്ടുമോ? സാധാരണ ജോലിക്കാർക്ക് ഹോം ലോൺ കിട്ടുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ പുതിയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹോം ലോണുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, റോബിൻ തോമസ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. റോബിൻ, വെൽക്കം. റോബിൻ, ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഈ ഹോം ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം ലോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഹോം ലോൺ ഉണ്ട്, പക്ഷെ നമുക്ക് ആർക്കും ഹോം ലോൺ എന്താണെന്നുള്ളത് കറക്റ്റ്. ശരിക്കും ഹോം ലോൺ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ ഹോം ലോണിനെ കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് ബാങ്ക് എന്നുള്ള സൈഡിൽ നിന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വീട് ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടും സ്ഥലവും വാങ്ങാനായിട്ട് നമുക്ക് തരുന്നതിനാണ് നോർമൽ കേസിൽ ഹോം ലോൺ എന്ന് പറയുന്നത്. ഇത് സാധാരണ വീടുകളാവാം, അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വില്ലയോ അങ്ങനെയുള്ള എന്ത് ബിൽഡിംഗ് ഇതിലും ആവാം. അത് കൊമേഴ്ഷ്യൽ അല്ലാത്തുള്ള താമസിക്കാനായിട്ടുള്ള പർപ്പസിലേക്ക് വാങ്ങുന്നതെല്ലാം ഈ ഇതിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്നതാണ് മോർഗേജ് ലോണുകൾ. അതായത് ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങാനായിട്ട് അപ്പം പ്രോപ്പർട്ടി ലോൺ എന്ന് പറയും. അപ്പം നമുക്ക് ആ ഹോം ലോണും പ്രോപ്പർട്ടി ലോണും ചേർത്ത് നിർത്താം. ഈ പ്രോപ്പർട്ടി ലോൺ തന്നെ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഹോം ലോൺ എന്നുള്ള കാറ്റഗറി മാറി പ്രോപ്പർട്ടി ലോൺ ആയിട്ട് മാറും. അത് ശരിക്കും സാധാരണ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതെ, ഹോം ലോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിൻറ്റേജ് തരും, ഇന്ന സമയം തൊട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മളുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തൊട്ട് നമുക്ക് ലോണിന്റെ എമൗണ്ട് ആണെങ്കിലും കിട്ടുന്നത് ഈ ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും എമൗണ്ട് കിട്ടുന്നത്, ബേസ്ഡ് ഓൺ നമ്മളുടെ വർക്ക് പ്രോഗ്രസ് ആവുന്നതനുസരിച്ച്. ഓക്കെ, ഈ സാധാരണ ഒരു വീട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു പറമ്പുണ്ട്, അതിൽ ഞാൻ വീട് വെക്കണം അല്ലെ? ആ വീട് വെക്കുന്ന ലോൺ എന്താ പറയുന്നത്? ഹൗസിംഗ് ലോൺ തന്നെ അതിനെയും പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വിചിത്രം എന്നുള്ളത്. കൺഫ്യൂസ്ഡ് ആവാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഈ പറഞ്ഞ അത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കാര്യം പറഞ്ഞു. ഹൗസിംഗ് ലോൺ എന്നുള്ള കാറ്റഗറിയിൽ ചേർത്ത് നിർത്താവുന്ന ഒന്നാണ് സ്ഥലം മാത്രമുള്ള ആള് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യുന്നത്. അതൊരു വീട് എന്നുള്ളത്, അതായത് ഹൗസ് എന്നുള്ള ഹൗസിംഗ് ലോൺ എന്നുള്ള ടേമിൽ തന്നെ ഉണ്ട്. വീട് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വീട് വാങ്ങാനായിട്ട് നമ്മൾ എടുക്കുന്ന ലോൺ ഫെസിലിറ്റിയാണ് ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്. അത് തുടക്കം തൊട്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ അല്ലെ ഒരു വീടിനെ നമ്മൾ വാങ്ങുന്നതിനെയും ഹൗസിംഗ് ലോൺ എന്ന് തന്നെയാണ് പറയുക. ഈ സാധാരണ എല്ലാവർക്കും ഒരു ഈ ലോൺ എന്ന് പറഞ്ഞ പേടി, എനിക്കും പേടിയുണ്ട് സത്യം പറയാലോ. കാരണം നമുക്ക് ലോൺ എടുക്കുന്നവർ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ സംഭവിച്ചു പോയാലോ എന്നൊരു പേടി എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഒരാള് ഹോം ലോൺ എടുക്കണം നല്ലതാണോ? നമുക്ക് ആക്ച്വലി ലോൺ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന, ഇൻ കേസ് നമുക്ക് ലോൺ ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ പറഞ്ഞായിട്ടുള്ള ടെൻഷൻസ്, ഒരു പീസ് ഓഫ് മൈൻഡ് അതൊക്കെ നമുക്കുണ്ടാവും. പ്രൊവൈഡഡ് നമുക്ക് ഒരു ലോങ്ങർ പീരീഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഉള്ള ആ ഒരു മണി ഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മൾ ഒരു പക്ഷേ ഒരു നല്ല ഇൻകം ഉള്ള ഒരാളാണ്, മന്ത് വൈസ് നമുക്കിപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ITR ഫയൽ ചെയ്യുന്ന കാര്യങ്ങളടക്കം വരുമ്പം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന കുറെ റിലാക്സേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ലോൺ എടുക്കുന്നത് ലാഭകരമാണ്. കാരണം നമുക്ക് നമ്മൾ അടയ്ക്കുന്നതായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൻ്റെതായിട്ടുള്ള റിലാക്സേഷനെ കിട്ടുന്നത് വളരെ നല്ലതായിട്ട് നമുക്ക് എഫക്റ്റീവ്ലി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ലംസം എമൗണ്ട്, ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് ഒരു കാര്യത്തിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഒരു ഓവർ എ പീരീഡ് ചെയ്താൽ മതിയാവും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 10 to 30 years അല്ലെ 40 years വരെയൊക്കെ ലോൺ ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം നോർമൽ കേസിൽ എല്ലാ ബാങ്കുകളും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിമിനിഷിങ് റേറ്റ് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടി എന്നൊരു ആസ്പെക്റ്റിൽ നോക്കിയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ എല്ലാ രീതിയിലുണ്ട്. ഇൻഷുറൻസ് കവറേജ് കൂടിയാണ് നമ്മൾ എല്ലാ ലോണുകളും എടുക്കുന്നത്. അതിനകത്ത് 2 ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ഒരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമുക്ക് സാധാരണ എല്ലാ ലോൺ എടുക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും. അത് നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം എന്നാണ്. ചില ആൾക്കാർ അത് എടുക്കാതെ ഉള്ള റിസ്കുകളും എടുക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് മസ്റ്റായിട്ട് അതിനകത്ത് ഉണ്ടാവണം. പ്ലസ് ബാങ്കുകൾ ഒരു 90% ബാങ്കുകളും പ്രോപ്പർട്ടി ഇൻഷുറൻസ് കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ലോൺ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇൻഷുറൻസും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് സംതിങ് ഹാപ്പൻസ്, നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്താ പറയുന്നത്, മുൻകൂട്ടി പറയാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതേസമയം നമുക്ക് മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു,
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ എമൗണ്ടിൻ്റെ ബാലൻസ്, സപ്പോസ് 1 കോടി ലോൺ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഷുർഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 50 ലക്ഷം രൂപ വരെ നമ്മൾ ലോൺ അടച്ചു തീർത്തു. സോ 50 ലക്ഷം രൂപ ബാങ്കിന് പോകും, ബാക്കി ബാലൻസ് എമൗണ്ട് നമ്മുടെ നോമിനി ആരാണോ അവർക്ക് കിട്ടുകയും ചെയ്യും. ഓ അത് ശരി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോൺ വരെ ഇൻഷുർ ചെയ്യാം. അതെ, അത് ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ്. അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും ആ സമയത്ത്. കാരണം ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മളുടെ വലിയ ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഇതൊക്കെ ചെയ്ത് തീർത്ത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ചെറിയൊരു എമൗണ്ടിനെ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അത് മസ്റ്റായിട്ട് എടുക്കണം എന്നാണ് നമ്മളുടെ ഒരു സജഷൻ. അതോടൊപ്പം പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണെങ്കിലും ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള സമയമാണ്. ഇവൻ ഫ്ലഡൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ 2 പ്രൊട്ടക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ടെൻഷനുകളില്ലാതെ ഒരു ലോങ്ങർ പീരീഡിൽ ഒരു ലോണിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും ആസ്വദിക്കാൻ പറ്റും അല്ലേ? ഈ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാൻ പോകുന്ന ആള് ഈ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് സിബിൽ സ്കോറിനെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ലോൺ എടുക്കാൻ പോകുന്ന ആള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാഴ്ച, വളരെ പെട്ടെന്നായിരിക്കും ചില വീട് പോലുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് ഇന്ന സ്ഥലം കണ്ടിട്ടുണ്ട്, എനിക്ക് ലോൺ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടാതെ വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ സാർ പറഞ്ഞ കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഒരു 6 months എങ്കിലും നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് നമ്മളുടെ സിബിൽ സ്കോർ, ഇപ്പം നമ്മുടെ ട്രാക്ക് എല്ലാം കൃത്യമാണെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് അസസ് ചെയ്തതിന് ശേഷമാണ് ഈ ലോണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എലിജിബിലിറ്റി എമൗണ്ടിലേക്ക്, സപ്പോസ് ഇപ്പോൾ ഒരു 50 ലക്ഷം ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ പെട്ടെന്ന് പോയി ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷേ കിട്ടുന്നത് 25 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. സമയം നമ്മൾ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ സിബിലിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കാനായിട്ടുള്ള ഒരു ടൈമാണ് ഞാൻ ഈ 6 മാസം പറഞ്ഞത്. അല്ല ശരിക്കും അതങ്ങനെ പരിഹരിക്കാൻ പറ്റും നമുക്കല്ലേ? ഇപ്പം ഒരു സപ്പോസ് ഇപ്പം കൊറോണ സമയത്തൊക്കെ ശേഷം ഈ മൊറട്ടോറിയം പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റാതെ വന്നു, NPI അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ ഉള്ള കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് ലോണുകൾ എടുത്ത് പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്ന സമയത്ത് അടയ്ക്കാൻ പറ്റിയില്ല. സോ അതൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു ലോണിലേക്ക് വരേണ്ട സാഹചര്യം ഉള്ളപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്തിട്ട് ഈ ലോണുകൾ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഒരു ഓവർ എ പീരീഡ് നമ്മുടെ സിബിലിൽ നിന്ന് നമ്മൾ ഈ ലോൺ പ്രോപ്പർലി അടച്ച് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ 6 months ടൈം കൊണ്ട് നമ്മുടെ സിബിൽ സപ്പോസ് ഇച്ചിരി കുറവാണെന്ന് വെച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 700+ സിബിൽ വേണം മിക്കവാറും ഉള്ള ബാങ്കുകളിൽ നമ്മുടെ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് നാഷണലൈസ് ബാങ്കിന് കൂടുതലായിട്ട് നാഷണലൈസ് ബാങ്കുകളാണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. 700+ ഉണ്ടെങ്കിൽ അവർ ആ കേസ് തന്നെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇവൻ അവർ ഹോൾഡ് ചെയ്യണ, അവരുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് അതാണെങ്കിൽ പോലും 700+ മസ്റ്റായിട്ട് വേണം. അതേസമയം നമ്മുടെ ന്യൂജൻ ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾ 700 താഴെയാണെങ്കിലും എടുക്കും. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ ഹയർ സൈഡിലേക്ക് പോകും. ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു വേരിയന്റ് ആയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിൽ കാരണം ഈ സിബിൽ സ്കോറിന്റെ, നമ്മൾ ലോൺ എടുത്തതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരുന്നത് RBIയുടെ റിപ്പോ റിവിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയം ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര സിബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിബിലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 8.5 നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നമുക്ക് 750 മുകളിൽ സിബിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇവൻ 800+ ഒക്കെ സിബിലുള്ള ആൾക്കാർക്ക് ഒരു ബാങ്കിന്റെ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ അവൈൽ ചെയ്യാൻ സാധിക്കും. റോബിൻ, നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോം ലോണുകളൊക്കെ ഏതൊക്കെയാണെന്ന് പറയാമോ? നമുക്ക് നോർമൽ ഇൻകം ഉള്ള ഒരാൾക്ക്, സാലറീഡ് ആയിട്ടുള്ള ഒരാളെ എടുക്കാം. സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു ലോൺ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അയാളുടെ ഇൻകം വളരെ സ്റ്റഡി ആയിരിക്കും. ഇപ്പോൾ ഒരു അൺലൈക്ക് എ ബിസിനസ് മാൻ, ആളുടെ ഇൻകം കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കില്ല. മന്ത് വൈസ് അതിന് ഡിഫറൻസ് ഉണ്ടാവും. സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അയാളുടെ ബാങ്കിങ് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് കാണിക്കാൻ പറ്റും. ആൾ ITR അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര ഇൻകം, എത്ര സാലറി വെച്ചിട്ട് അല്ലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻകം ആൾക്ക് വരുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒരു ബിസിനസ്സുകാരനാകുമ്പം അദ്ദേഹത്തിൻ്റെ ITRും ഫിനാൻഷ്യൽസും, കമ്പനിയുടെ അല്ലെ അയാൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽസ് ആയിരിക്കും അയാൾക്ക് ഒരു ഇൻകം പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുക. സോ എപ്പോഴും ബാങ്കിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരാൾക്ക് ലോൺ കൊടുത്താൽ അയാൾ എന്താണ് അയാളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എന്നുള്ളതാണ് എപ്പോഴും അവർ നോക്കുക.
സോ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതിനെ അത്രയും നമുക്ക് ലോണിന്റെ എലിജിബിലിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് നല്ല സാലറി ഉണ്ട്, ഇപ്പം 1 lakh പ്ലസ് സാലറി ഉള്ള ഒരാളാണ്, അയാൾക്കൊരു 10 lakhs ലോൺ മതി. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് സാലറീഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പാസ്സാക്കി എടുക്കാൻ പറ്റും, പ്രൊവൈഡഡ് അദ്ദേഹത്തിന് ഒരു വലിയ എമൗണ്ട്. ഇപ്പം 1 lakh സാലറി ഉള്ള ആൾക്ക് 10 lakh അല്ല, ഏകദേശം ഒരു 50 lakh പ്ലസ് സാലറി ലോൺ റിക്വയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബാക്കിയുള്ള മറ്റെല്ലാ ഇൻകം കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ബിസിനസ്സുകാർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഹൗസിംഗ് ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ ഇൻകത്തെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ITR നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ബാങ്കിങ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ സിബില് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടൈമിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എലിജിബിലിറ്റി സൈഡ് നമുക്ക് എത്തിക്കാൻ പറ്റും സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു പ്രധാന കാര്യങ്ങളൊന്ന്, നമുക്ക് ഏത് ബാങ്കിനെ അപ്രോച്ച് ചെയ്താലാണ് നമുക്ക് ബാങ്ക് ലോൺ പെട്ടെന്ന് കിട്ടുക? ഇതിൽ ഒരു കൺഫ്യൂഷൻ ചോദ്യം ഉണ്ട് കേട്ടോ. അതായത് പ്രൈവറ്റ് ബാങ്ക് ആണോ അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്ക് ആണോ? ഓക്കെ, നല്ല ചോദ്യമാണ്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെ ആയിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ അതിന് 2 തലത്തിലാണ്, അതിൻ്റെ കാഴ്ചപ്പാടിനെ അനുസരിച്ചിരിക്കും. ശരിക്കും പൊതുവേ ഒരു ധാരണയുള്ളത് നമുക്ക് നാഷണലൈസ് ബാങ്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്, ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ആകുമ്പം അത്ര റിലയബിൾ ആയിരിക്കുമോ, ഈ ഒരു സംശയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് ഉടലെടുക്കുന്നത്. അതിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താണെന്ന് വെച്ചാൽ, നാഷണലൈസ് ബാങ്ക് ആകുമ്പം 1-2 അഡ്വാൻറ്റേജ് സൈഡ് ഉള്ളത്, അവരുടെ വെരിഫിക്കേഷൻ, ലീഗൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. ഇപ്പം സപ്പോസ് ഒരു വഴി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ഥലത്തെ പറ്റി അസസ് ചെയ്യുന്നതാണെങ്കിലും നമ്മളുടെ ഇൻകം അസസ് ചെയ്യുന്നതാണെങ്കിലും ബൈ ദ ബുക്ക് മാത്രമേ അവർ പോവുള്ളൂ. അവർ ഡീവിയേഷൻസ് എടുക്കാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ ഒറ്റ റീസണിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് ബാങ്കുകൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരികയും ഈവൻ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ബാങ്കിലൂടെ കാണിക്കാൻ പറ്റാത്തവർക്ക് പോലും ഈ പറഞ്ഞ ലോണുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതവർ അസസ് ചെയ്യുന്നത് അയാളുടെ, ഇപ്പോൾ അയാളൊരു ഹോട്ടൽ നടത്തുന്ന ആളാണ്, അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ബാങ്കിലൂടെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല, അതേസമയം അവിടെ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട്, എല്ലാ ദിവസവും നല്ല രീതിയിൽ ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ കുറച്ചുകൂടെ അതിനെ അസസ് ചെയ്യാനായിട്ട് കൂടുതൽ ചെയ്യും. അതെ, നാഷണലൈസ് ബാങ്കുകാർ ചെയ്യില്ല എന്നല്ല, പക്ഷേ ഇവരുടേതായിട്ട് 2 പേരുടെ അസസ് ചെയ്യുന്ന രീതിയിൽ ഇയാൾക്ക് കുറച്ചുകൂടെ എലിജിബിലിറ്റി കൺസിഡർ ചെയ്യുന്നത് പ്രൈവറ്റ് ബാങ്കുകളായിരിക്കും. അതോടൊപ്പം ചേർത്ത് നിർത്തി പറയേണ്ട കാര്യം, ഈ ബാങ്കുകളുടെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ പണ്ടുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ നാഷണലൈസ് ബാങ്കുകളാകുമ്പം കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് മുടക്കമൊക്കെ വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കറക്റ്റ് ഒരു പ്ലാനിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് വരുന്നേയില്ല. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡിമിനിഷിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ചെയ്യണേ. ഈ റിപ്പോ റിവിഷൻസ്, RBIയുടേതായിട്ടുള്ള റിവിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ബാങ്കുകളും അത് പാലിക്കപ്പെട്ടു പോകാനായിട്ട്, അല്ലെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തമുള്ള ബാങ്കുകൾ തന്നെയാണ് എല്ലാവരും. സോ ആ സമയത്ത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളിലേക്ക് പോകാതെ പ്രൈവറ്റ് ബാങ്കോ നാഷണലൈസ് ബാങ്കോ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും, ഈ പറഞ്ഞ റേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് പോകുന്നു എന്ന് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും.